Hi dear students, database management system and RDBMS unit 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ what is ഇൻഫറൻസ് റൂൾസ്, അതേപോലെ ക്ലോഷറും അതേപോലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോർമലൈസേഷൻ. എന്താണ് നോർമലൈസേഷൻ എന്നുള്ളതും അതിലെ ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം ആൻഡ് BCNF. ടോട്ടൽ 6 നോർമൽ ഫോം ആണുള്ളത്. അതിൽ 4 നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ DBMS പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നോർമലൈസേഷൻ. അതേപോലെ നിങ്ങൾക്ക് വൈവയിലോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നും എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ 4 നോർമൽ ഫോം എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ 5th നോർമൽ ഫോമും അതേപോലെ 4th നോർമൽ ഫോം, 5th നോർമൽ ഫോമും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോർമലൈസേഷൻ എന്താണെന്നുള്ളതും അതിൽ ആദ്യത്തെ 4 നോർമൽ ഫോംസ്, ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം ആൻഡ് BCNF എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ആദ്യം നോർമലൈസേഷൻ എന്താണെന്നുള്ളതാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ അനോമലീസ് പറഞ്ഞ സമയത്ത് അല്ലേ, ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്യൂപ്ലിക്കേഷനും അതേപോലെ അനോമലീസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ ചെയ്യുന്നത് ഒരു ടേബിളിനെ അല്ലേ. സോ നമുക്ക് നോക്കാം ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. സോ നോർമലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. സോ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ടേബിൾ ക്രിയേറ്റ് ചെയ്തതിൽ ഡാറ്റ അങ്ങനെ കുറേ എന്താ പറയുക ഇൻസേർട്ട് ചെയ്തതിന് പകരം ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് തമ്മിൽ ഒരുപാട് ടേബിൾസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും. ആ ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, റിഡൻഡൻസി ഒഴിവാക്കണം, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞ അനോമലീസ് ഉണ്ട്, ഇൻസേർഷൻ, ഡിലീഷൻ, അതേപോലെ അപ്ഡേഷൻ അനോമലീസ് ഉണ്ട്. അതുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. എന്നാലേ നമുക്കിത് പ്രോപ്പറായിട്ട് എന്താകാൻ പറ്റുള്ളൂ, ഈ ടേബിൾ പ്രോപ്പറായിട്ട് നമ്മൾ സേവ് ചെയ്തു. അല്ലെങ്കിൽ അതിൽ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടേബിൾസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു നോർമലൈസ് ദി ടേബിൾസ്. സോ നോർമലൈസേഷൻ ഈസ് യൂസ്ഡ് ടു മിനിമൈസ് ദ റിഡൻഡൻസി ഫ്രം ദ റിലേഷൻ ഓർ സെറ്റ് ഓഫ് റിലേഷൻ. സോ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ അല്ലേ, ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ആ അനോമലീസ് എല്ലാം കുറക്കാൻ പറ്റും. So it is also used to eliminate the undesired characteristics like insertion, updation and deletion anomalies. Already പറഞ്ഞു നമ്മളത്. So normalization divide the larger table into smaller table and links them using relationship. So നമ്മൾ ഈ അനോമലീസ് ഒക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലിയൊരു ടേബിൾ ആണെങ്കിൽ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടേബിൾ ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ നോർമലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നോർമലൈസ് ചെയ്യാനുള്ള പ്രോസസ്സാണത്. നമ്മൾ എക്സാമ്പിൾ കാണിക്കും ഞാൻ അതിൻ്റെ. ഓക്കെ, the normal form is used to reduce redundancy from database tables. Redundancy ഒഴിവാക്കാനാണ് നമ്മൾ ഇത് നോർമലൈസ് ചെയ്യുന്നത്. സോ ടൈപ്പ് ഓഫ് നോർമൽ ഫോംസ് ആണ്, ഏതൊക്കെ ടൈപ്പിലാണ് നോർമൽ ഫോം എന്നുള്ളതാണ്. ടോട്ടൽ 6 നോർമൽ ഫോം ഉണ്ട്. ഫസ്റ്റ് നോർമൽ ഫോം അല്ലെങ്കിൽ 1NF എന്ന് പറയും, സെക്കൻഡ് നോർമൽ ഫോം 2NF, തേർഡ് നോർമൽ ഫോം 3NF, then ബോയ്സ് കോഡ് നോർമൽ ഫോം BCNF, ഫോർത്ത് നോർമൽ ഫോം 4NF ആൻഡ് ഫിഫ്ത്ത് നോർമൽ ഫോം 5NF. സോ ഇത് അതിൻ്റെ സ്ട്രിക്ട്നെസ് കൂടി വരിക ഓരോ ലെവൽ ചെയ്യുമ്പോൾ. ഫസ്റ്റ് നോർമൽ ഫോമിനെക്കാട്ടിലും സ്ട്രിക്റ്റ് ആണ് സെക്കൻഡ് നോർമൽ ഫോം, സെക്കൻഡിനേക്കാളും സ്ട്രിക്റ്റ് ആണ് തേർഡ്, തേർഡിനേക്കാളും സ്ട്രിക്റ്റ് ആണ് BCNF ബോയ്സ് കോഡ്, ദെൻ അതിനേക്കാളും സ്ട്രിക്റ്റ് ആണ് ഫോർത്ത്, അതിനേക്കാളും സ്ട്രിക്റ്റ് ആണ് 6. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ സാധാരണ ഒരു തേർഡ് നോർമൽ ഫോം വരെയൊക്കെയാണ് സാധാരണ ടേബിൾ ചെയ്യുക, അല്ലെങ്കിൽ BCNF തേർഡ് നോർമൽ ഫോം അല്ലെങ്കിൽ BCNF ഒക്കെയാണ് സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരിപ്പോൾ ടേബിൾ നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുമ്പോഴും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 5th ഉം 6th നമ്മൾ സാധാരണ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം എന്താണ് നമ്മുടെ പറയുള്ളൂ. അപ്പം ഈ ഒരു ഭാഗത്ത് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആദ്യത്തെ 4 എണ്ണം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് BCNF മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് എക്സാമ്പിൾ. സോ ആദ്യം ഫസ്റ്റ് നോർമൽ ഫോം 1NF എന്ന് പറയും. ഡെഫിനിഷനാണ്, എ റിലേഷൻ വിൽ ബി 1NF ഇഫ് ദ ഡൊമൈൻ ഓഫ് എൻ ആട്രിബ്യൂട്ട് മസ്റ്റ് ഇൻക്ലൂഡ് ഓൺലി ആറ്റോമിക് വാല്യൂസ്. അതായത് ഒരു ടേബിളിൽ ഒരു ഡൊമൈനിൽ ഒരു ആട്രിബ്യൂട്ട്സിനകത്ത് വരുന്ന ഒരു കോളത്തിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് എന്തായിരിക്കണം, ആറ്റോമിക് വാല്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂസ് ആയിരിക്കണം. അതായത് ഒരു സെല്ലിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് പറ്റില്ല. എക്സാമ്പിൾ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആവും അത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ ടേബിൾ കനോട്ട് ഹോൾഡ് മൾട്ടിപ്പിൾ വാല്യൂസ്, ഇറ്റ് മസ്റ്റ് ഹോൾഡ് ഓൺലി സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്. അതാണ് അതിൻ്റെ 1NFൻ്റെ ഡെഫിനിഷൻ. It cannot hold multiple value. An attribute cannot hold multiple value in 1NF. അപ്പം ഒരു റിലേഷൻ, ഒരു ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷനാണ് ഒരിലുള്ള ആട്രിബ്യൂട്ട്സിലെ ഓരോ കോളം അല്ലെങ്കിൽ ഒരു സെല്ല് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവാൻ പറ്റില്ല, എല്ലാം സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. സോ ഫസ്റ്റ് നോർമൽ ഫോം disallow the multiple value attribute, means composite attribute and their
കോമ്പിനേഷൻ, അതായത് മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, മൾട്ടിപ്പിൾ വാല്യൂസ് ഉള്ളതാണ്. അതേപോലെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്നാൽ ഒരുപാടെണ്ണം കൂടിയിട്ടാണ് ഒരു ആട്രിബ്യൂട്ട് ഫോം ചെയ്യുന്നത്. സോ ഈ രണ്ട് ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സും എന്തിൽ പറ്റില്ല? ഫസ്റ്റ് നോർമൽ ഫോമിൽ പറ്റില്ല. സോ ഓൾ എൻട്രീസ് ഓഫ് ദി കോളം മസ്റ്റ് ബി ദ സെയിം ടൈപ്പ്. സോ ഓരോ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈപ്പ് എന്തായിരിക്കും? സെയിം ആയി, ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഇപ്പം ഏജ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് XYZ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നെയിം എന്നുള്ളത് പോയി നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ സെയിം ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ നമ്മൾ ഓരോ കോളത്തിലും എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈച്ച് കോളം മസ്റ്റ് ഹാവ് യുണീക്ക് നെയിം. സോ ഓരോ കോളത്തിനും യുണീക്ക് നെയിം ആയിരിക്കും. അതായത് ആട്രിബ്യൂട്ട്സിന് നെയിംസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേബിളിലെ ഓരോ കോളം ഡിഫറെൻറ്റ് നെയിംസിലായിരിക്കണം, സെയിം നെയിം പറ്റില്ല എന്നർത്ഥം. നൗ 2 rows ആർ ഐഡൻറ്റിക്കൽ. ഓക്കെ, 2 rows are no 2 rows are no അല്ല, no 2 rows are identical എന്നാണത്. ഓക്കെ, സോ ഫസ്റ്റ് ഓൺ ഫോർ എക്സാമ്പിൾ ആണ്. ഒരു ടേബിൾ, ഒരു റിലേഷൻ ആണ്, കോഴ്സും കണ്ടന്റും. കോഴ്സ് എന്നുള്ളത് പ്രോഗ്രാം, ജാവ, C++, വെബ്, രണ്ടാമത്തെ റോ HTML, PHP, ASP. സോ ഇവിടെ ഒരു ഫസ്റ്റ് നോർമൽ ഫോമിലാണോ അത്? അല്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഡെഫിനേഷൻ അനുസരിച്ച് ഒരു ആട്രിബ്യൂട്ട്സിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ കണ്ടന്റ് നോക്കുക നിങ്ങൾ, ജാവ, CPP രണ്ട് വാല്യൂസ് ആയി. സോ മൾട്ടിപ്പിൾ വാല്യൂസ്. അതവിടെ എവിടെ നിന്നാണ്? വെബിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കണ്ടന്റ് എന്താണ്? HTML, PHP, ASP. സോ 3 വാല്യൂസ് വന്നു. സോ മൾട്ടിപ്പിൾ വാല്യൂസ് വന്നു. ഡെഫിനേഷൻ പ്രകാരം ഓരോ ആട്രിബ്യൂട്ട്സിന് ഓരോ സെല്ലിലും സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ടേ പറ്റൂ എന്നാണ് അർത്ഥം. സോ നമുക്കിതിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 1NF മാറ്റാം. സോ ഇതിന് 1NF മാറ്റാൻ പ്രോഗ്രാമിംഗ് ജാവ എന്ന് എഴുതാം, പ്രോഗ്രാമിംഗ് C++, വെബ് HTML, വെബ് PHP, വെബ് ASP എന്ന് എഴുതാം. സോ ഇവിടെ ഒരിക്കലും എന്തില്ല? നേരത്തെ പറഞ്ഞ പ്രോബ്ലം ഇല്ല. ഒരു ആട്രിബ്യൂട്ട്സിൽ മൾട്ടിപ്പിൾ, ഒരു സെല്ലിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരിക്കലും വരുന്നില്ല, എല്ലാം വേറെ വേറെയാണ്. സോ ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് നോർമൽ ഫോം. ഇതാണ് ഫസ്റ്റ് നോർമൽ ഫോം. അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഒരു 1NF എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും, വളരെ സിമ്പിളാണ്. ഓക്കെ, സോ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് അറ്റ് കണ്ടന്റ്. ഇവിടെ മൾട്ടി വാല്യൂഡ് ആണല്ലേ, കണ്ടന്റ് എന്നുള്ള ജാവ, C++, HTML, PHP, ASP ഒക്കെ മൾട്ടി വാല്യൂഡ് ആണ്. സോ മൾട്ടി വാല്യൂഡ് പറ്റില്ല, അത് നമ്മൾ എന്ത് ഫിൽറ്റർ ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ എഴുതി. സോ 1NF ഇതിനെ മാറ്റി. ഇതാണ് ഫസ്റ്റ് നോർമൽ ഫോം ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ നോർമൽ ഫോമിലേക്ക് പോകാം. സെക്കൻഡ് നോർമൽ ഫോം അല്ലെങ്കിൽ 2NF എന്ന് പറയും. ബിഫോർ വി ലേൺ അബൌട്ട് ദ സെക്കൻഡ് നോർമൽ ഫോം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫോളോയിങ്. രണ്ട് ടേംസ് പരിചയപ്പെടാം. ഒന്ന് പ്രൈം ആട്രിബ്യൂട്ട്സ്. പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പ്രൈം ആട്രിബ്യൂട്ട്സ് എന്നാൽ an attribute which is part of candidate key is known as prime attributes. പ്രൈം ആട്രിബ്യൂട്ട്സ് എന്നാൽ പ്രൈമറി കീയിൽ ഉള്ള വരുന്ന ആട്രിബ്യൂട്ട്സ് എന്നല്ല അർത്ഥം, കാൻഡിഡേറ്റ് കീയിൻ്റെ പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ്, അതിനാണ് നമ്മൾ പറയാം പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഡെഫിനേഷൻ ശ്രദ്ധിക്കുക, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ദി കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീയും പ്രൈമറി കീയും നമ്മൾ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. സെലക്റ്റഡ് കാൻഡിഡേറ്റ് കീനെയാണ് നമ്മൾ പറയാം പ്രൈമറി കീ എന്ന് പറയാം അല്ലേ. സോ കാൻഡിഡേറ്റ് കീൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സിന് നമ്മൾ എന്ത് പറയാം? പ്രൈം ആട്രിബ്യൂട്ട്സ്. അതായത് പ്രൈമറി കീ ആവാൻ ചാൻസ് ഉള്ള ആട്രിബ്യൂട്ട്സിനാണ് നമ്മൾ പറയാം പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രൈമറി കീ സൈഡ് ടു ബി എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. സോ ഇൻ 2NF റിലേഷൻ മസ്റ്റ് ബി ഇൻ 1NF. സോ 2NF ആവാനുള്ള കണ്ടീഷനാണ്, ഒരു റിലേഷൻ 2NF-ലാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇറ്റ് മസ്റ്റ് ബി ഇൻ 1NF. 1NF-ലായാലേ അത് 2NF-ലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ആദ്യം പറഞ്ഞ 1NF-ലേക്ക് മാറ്റണം. ദെൻ എവറി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. ഡെഫിനേഷൻ ഓർത്ത് വെക്കുക, എവറി നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്, ആ പേര് അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. അത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്, അതായത് XYZ എന്ന് പറഞ്ഞാൽ Y എന്നുള്ളതാണ് ഇവിടെ മീൻസ് ചെയ്തത്. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈമറി കീ. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി പറയാം. ഇഫ് ദാറ്റ് ഈസ് ഇഫ് എക്സ് ഡിറ്റർമൈൻസ് എ ഈസ് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസ്, അതായത് ഇതൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന് വിചാരിക്കുക. ദെൻ ഇഫ് യു റിമൂവ് എനി ആട്രിബ്യൂട്ട് ഫ്രം എക്സിൻ്റെ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദെൻ FD(x) ഡിറ്റർമൈൻസ് എ നോ ലോങ്ങർ ഹോൾഡ്. സോ എക്സ് ഡിറ്റർമൈൻസ് എന്നുള്ളൊരു ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. അതൊന്ന് എക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സാധനം ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആ FD ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി പറ്റില്ല എന്ന് പറയുന്നത്. സോ ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. എവറി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. സോ പാർഷ്യൽ ഡിപ്പെൻഡൻസി പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ ഡിറ്റർമൈൻസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്, അതായത്
ഒരു കാൻഡിഡേറ്റ് കീയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്തിനെ നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ പ്രൈം ആവണം, അത് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ എ എന്നുള്ളത് എന്തായിരിക്കണം? നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. സോ ഇറ്റ് ഡിറ്റർമിൻസ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്, ഇറ്റ് ഈസ് കോൾഡ് പാർഷ്യൽ ഡിപ്പെൻഡൻസി വിച്ച് ഈസ് നോട്ട് അലൗഡ് ഇൻ 2NF. സോ പാർഷ്യൽ ഡിപ്പെൻഡൻസി പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കണ്ടീഷൻ. സോ എവറി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ അല്ലെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട്സ്. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ. എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ, suppose a school wants to store the data of teachers and the subject they teach. Teacher ID, subject, teacher. Teacher ID 25 chemistry 30, 25 biology 30, 47 English. സോ ഈ ഡാറ്റ നോക്കുക. നിങ്ങൾക്ക് ഇതിൽ പ്രൈം കീ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ആക്കാൻ പറ്റുന്ന ഏതാണ്? ടീച്ചർ ഐ ഡി ആക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ടീച്ചർ ഐഡി 25 എന്നാണ് യുണീക്കായിട്ട് എന്തിന് കിട്ടണം? ഒരു വാല്യൂ കിട്ടണം. കെമിസ്ട്രി, പക്ഷേ 25 എന്തുണ്ട്? ബയോളജി ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രൈം ആട്രിബ്യൂട്ട്സ്. സോ ടീച്ചർ ഐ ഡി മാത്രം എടുക്കാൻ പറ്റില്ല. ഇതിൽ ടീച്ചർ ഐ ഡി സബ്ജക്റ്റും കൂടെ കൂടിയിട്ടാണ് ശരിക്കും എന്ത് വരിക? കാൻഡിഡേറ്റ് കീ വരിക അല്ലേ? 25 കെമിസ്ട്രി, 25 ബയോളജി, 30 അങ്ങനെയാണ് സാധാരണ വരുന്നത്. ഓക്കെ. സോ ഇവിടെ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂടിയിട്ടാണ്, ടീച്ചർ ഐ ഡി സബ്ജക്റ്റും കൂടെ കൂടിയിട്ടാണ് എന്തുന്നത്? ഈ കാൻഡിഡേറ്റ് കീ വരുന്നത് ഇവിടെ. ഓക്കെ. സോ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് അപ്പോൾ ഏതാണ്? സോ ടീച്ചർ ഐ ഡിയും സബ്ജക്റ്റും കാൻഡിഡേറ്റ് കീ ആയതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതാണ്? ടീച്ചർ ഏജ് മാത്രമാണ് എന്ത്? നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അത് കാൻഡിഡേറ്റ് കീൻ്റെ ഭാഗമല്ല. സോ ഇറ്റ് ഈസ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. സോ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ തന്ന ഒരു FD തന്നിട്ടുണ്ട് നമുക്ക്. ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ്. നോക്കാം നിങ്ങൾക്ക്. 25 30 25 30 റെഡിയാണ് അല്ലേ? 47 35 വരുന്നുണ്ട്. 83 38 ആണ്. 83 8. സോ ഈ FD വാലിഡ് ആണ്. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം സെക്കൻഡ് നോർമൽ ആണെങ്കിൽ അതിന് എന്ത് വേണം? എ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഷുഡ് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ലേ? പ്രൈമറി കീന് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡ് ആണ് എന്ത്? നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. ഇവിടെ ടീച്ചർ ഏജ് എന്നുള്ളത് എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആ പറഞ്ഞു അല്ലേ? സോ ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഇവിടെ വന്നു. ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡിങ് ഓൺ കാൻഡിഡേറ്റ് കീ. പക്ഷെ അങ്ങനെയാണോ ഇവിടെ? അല്ലല്ലോ. ടീച്ചർ ഐ ഡിയും സബ്ജക്റ്റും കൂടെ കൂടിയിട്ടാണ് എന്തുന്നത്? കാൻഡിഡേറ്റ് കീ വരുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഭാഗം എടുത്താൽ ടീച്ചർ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ടീച്ചർ ഏജ് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞു എക്സ് ഗീവ് വൈ ഉണ്ടെങ്കിൽ എക്സ് എന്നൊരു ഭാഗം പോയി കഴിഞ്ഞാൽ പിന്നെ എക്സ് ഗീവ്സ് വൈ എന്നുള്ളത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ് ഇവിടെ വരുന്നത് അല്ലേ? കാൻഡിഡേറ്റ് കീൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടീച്ചർ ഐ ഡി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ടീച്ചർ ഏജ് കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോൺ പ്രൈം ആവണം എന്നാലേ ഈ വയലേറ്റ് ആവുന്നുള്ളൂ. ഓക്കെ. ഇത് സോ ടീച്ചർ ഏജ് എന്നുള്ളത് ഒരു പാർഷ്യൽ കീ അല്ലെങ്കിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. സോ ഇൻ ദ ടേബിൾ ഈസ് ഇൻ 1NF കാരണം അതിൽ എന്തില്ല? ആട്രിബ്യൂട്ട്സ് എല്ലാം ആറ്റോമിക് വാല്യൂസ് ആണുള്ളത്. ബട്ട് ഇൻ ദ ഗിവൻ ടേബിൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് അതായത് ടീച്ചർ ഏജ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടീച്ചർ ഐ ഡി അല്ലേ? ടീച്ചർ FD കണ്ടു നിങ്ങൾ. ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടീച്ചർ ഏജ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടീച്ചർ ഐ ഡി വിച്ച് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് കീ. സോ അവിടെ എന്തുണ്ടായി? ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായി. അതേ സ്ഥാനത്ത് ടീച്ചർ ഐ ഡി അതേപോലെ കോഴ്സ് സബ്ജക്റ്റും കൂടെ കൂടിയിട്ടാണ് ടീച്ചർ ഏജ് തരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആവുമായിരുന്നു. പക്ഷേ ഇവിടെ ടീച്ചർ ഐ ഡി മാത്രം നമുക്ക് എന്ത് തോന്നുന്നു? ടീച്ചർ ഏജ് തന്നുകൊണ്ടാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വയലേറ്റ് ദ റൂൾ ഫോർ 2NF. സോ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട് അത് വയലേറ്റ് ചെയ്തു. സെക്കൻഡ് NF അല്ല ഇപ്പോൾ തന്നെ ടേബിൾ. സോ ദിസ് violate the rule for 2NF as the rule says no non-prime attribute is depending on the proper subset of any candidate key of the table. So candidate key ഒരിക്കലും ഒരു പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒരിക്കലും അവിടെ പറ്റില്ല വിത്ത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട്. സോ നമുക്ക് തൊട്ടുമ്പോൾ തന്നെ ടേബിളിനെ 2NF മാറ്റാൻ നമ്മൾ എന്താ മതി? രണ്ട് ടേബിളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. ഡീകമ്പോസ് ഇൻറ്റു 2 tables. അതിന് ഫസ്റ്റ് വൺ ടീച്ചർ ഡീറ്റെയിൽ ടേബിൾ എന്നുള്ള ടേബിളാക്കും. അതിൽ ടീച്ചർ ഐ ഡിയും ടീച്ചർ ഏജും നോക്കാം. 25 30 47 30 ഓക്കെയാണ് അല്ലേ? യുണീക്കായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ പറ്റുന്നത്. സോ ടീച്ചർ ഐ ഡി ആണ് ഇവിടെ കാൻഡിഡേറ്റ് കീയും പ്രൈമറി കീയും. ഓക്കെ. അതേപോലെ ടീച്ചർ സബ്ജക്റ്റ് എന്നുള്ളൊരു ടേബിൾ നിന്നു ടീച്ചർ ഐ ഡി സബ്ജക്റ്റ് 25. സോ രണ്ട് ടേബിളൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് മുമ്പ് തന്നെ ആ FD നോക്കുക. FD തന്നെ ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ്. സോ ഇവിടെ ടീച്ചർ ഏജ് എന്താണ്? ഇപ്പം ഈ രണ്ട് ടേബിളിലും എന്തുണ്ടായി? പ്രൈമറി കീ മാറുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ മാറുന്നുണ്ട്.
ഈ ടേബിളിന് ഒരു കാൻഡിഡേറ്റ് കീ ആയിരിക്കും. ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ എന്താണ്? ടീച്ചർ ഐ ഡി ആണ്. ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ പറഞ്ഞാൽ ടീച്ചർ ഐ ഡിയും സബ്ജക്റ്റും കൂടെ കൂടിയിട്ടാണ്, രണ്ടും കൂടെ കൂടിയിട്ടുണ്ടാവുക. സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ് എന്നുള്ളത് തൊട്ട് മുമ്പത്തെ എഫ് ഡി ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇവിടെ ടീച്ചർ ഏജ് എന്നുള്ളത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. പക്ഷേ അത് ഈ ടേബിളിനെ സംബന്ധിച്ചിടത്തോളം അത് ടീച്ചർ ഐ ഡി എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ? കാൻഡിഡേറ്റ് കീ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് ആയി ഇവിടെ. ടേബിൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ് എന്നുള്ളത് എന്തായി? ടീച്ചർ ഐ ഡി ആയിരുന്നു നേരത്തെ അവിടെ പ്രശ്നം. കാരണം അത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയിരുന്നു. കാരണം അത് മുഴുവൻ ടേബിൾ ഉണ്ടായപ്പോഴാണ്. പക്ഷേ ടേബിൾ സ്പ്ലിറ്റ് ചെയ്തപ്പം ഈ ടേബിളിൻ്റെ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? ടീച്ചർ ഐ ഡി മാത്രമേ ഉള്ളൂ. സോ ടീച്ചർ ഐ ഡി ഗീവ്സ് ടീച്ചർ ഏജ് എന്നുള്ളത് അവിടെ സാറ്റിസ്ഫൈഡ് ആയി. സോ ദിസ് ഈസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഈ ടേബിൾ ഇപ്പോൾ എന്തായി? സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി തേർഡ് നോർമൽ ഫോം നോക്കാം, 3NF നോക്കാം. സോ കുറച്ചും കൂടെ സ്ട്രിക്ട്നെസ് കൂടി വരിക ചെയ്യാം. ഓക്കെ, എ ടേബിൾ ഡിസൈൻ ഈസ് സൈഡ് ടു ബി 3NF ഇഫ് ബോത്ത് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഹോൾഡ്. അത് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ടേബിൾ മസ്റ്റ് ബി ഇൻ 2NF. സോ 2NF-ലായിരിക്കണം നിർബന്ധമായിട്ടും. രണ്ടാമത്തത്, നോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഈസ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആവുന്നത് നോക്കുക നിങ്ങൾ. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഒരിക്കലും പ്രൈം കീനെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഒരിക്കലും ഒരു പ്രൈമറി കീനെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഒരു ഫോർ എനി ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി എക്സ് ഡിറ്റർമൈൻ എ, ദെൻ എയ്തർ എക്സ് ഇസ് എ സൂപ്പർ കീ. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ, എക്സ് ഡിറ്റർമൈൻസ് എ എന്നുള്ള ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി വന്നാൽ അത് 3NF-ലാവാനുള്ള കണ്ടീഷനാണ് എക്സ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ സൂപ്പർ കീ ആയിരിക്കണം. സൂപ്പർ കീ ആണ് ഞാൻ പറയുന്നത്, നോക്കണം. സൂപ്പർ കീ ആയിരിക്കണം. ഓർ എ ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിലാണ് അർത്ഥം? 3NF-ലാണ് അർത്ഥം. ഓക്കെ, അപ്പം 2NF-ലാണെന്ന് അർത്ഥം. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പറ്റില്ല. നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്തായിട്ട്? പ്രൈമറി കീ ആയിട്ട്. ഇനി ഒരു എഫ് ഡി തന്നു കഴിഞ്ഞാൽ, എക്സ് ഡിറ്റർമൈൻ എ എന്നുള്ളൊരു എഫ് ഡി തന്നു കഴിഞ്ഞാൽ അത് തേർഡ് നോർമൽ ഫോമിൽ നോക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഒന്നെങ്കിൽ എക്സ് സൂപ്പർ കീ ആണോ, അല്ലെങ്കിൽ എ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എന്തിലാണ്? തേർഡ് നോർമൽ ഫോമിലാണെന്ന് അർത്ഥം. നോക്കാം, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ നോക്കാം, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സിറ്റി, സിപ്പ്. സോ ഇതിൽ സ്റ്റുഡൻറ്റ് ഐ ഡി ആണ് എന്ത്? പ്രൈമറി കീ. ഓക്കെ, ഇൻ ദ എബോവ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് റിലേഷൻ സ്റ്റുഡൻറ്റ് ഐ ഡി ഈസ് ദി കീ ആൻഡ് ഓൺലി പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. ഇത് മാത്രമാണ് ഇതിൻ്റെ പ്രൈമറി കീയും. കാൻഡിഡേറ്റ് കീ ഇത് മാത്രമേ ഉള്ളൂ. സോ അത് മാത്രമാണ് പ്രൈം ആട്രിബ്യൂട്ട്സ്. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിമും സിറ്റിയും സിപ്പും ഒക്കെ എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. പക്ഷേ ഇവിടെ വേറൊരു എഫ് ഡി തന്നിട്ടുണ്ട് അല്ലേ? സിപ്പ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിറ്റി കിട്ടും അല്ലേ? സിറ്റി കിട്ടുന്നത് എവിടെ നിന്നാണ്? സിപ്പ് കോഡിൽ നിന്നാണ്. സോ സിപ്പ് ഗീവ് സിറ്റി എന്നുള്ളൊരു എഫ് ഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കിട്ടുന്ന എഫ് ഡിസുകളാണ്. സ്റ്റുഡ് ഐ ഡി ഗീവ് സ്റ്റുഡ് നെയിം അല്ലേ? സ്റ്റുഡ് ഐ ഡി ഗീവ് സിപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു എഫ് ഡി കൂടെ ഉണ്ട്. എന്ത്? സിപ്പ് ഗീവ് സിറ്റി. സിപ്പ് ഗീവ് സിറ്റി ഗിവൻ ദാറ്റ് സിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ സിപ്പ് ഇറ്റ് സെൽഫ്. അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, സ്റ്റുഡ് ഐ ഡി ആണ് എന്ത്? പ്രൈം ആട്രിബ്യൂട്ട്. സിറ്റി എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നിങ്ങൾ ഇൻഫറൻസ് റൂളിൽ പറഞ്ഞു അല്ലേ? എക്സ് ഗീവ് വൈ, വൈ ഗീവ് സെഡ് ആണെങ്കിൽ എക്സ് ഗീവ് സെഡ് എന്നുള്ളൊരു ഡിപ്പെൻഡൻസി നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈമറി കീ ആയിട്ട് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ നിങ്ങൾ നോക്കുക. ഉണ്ടോ നോക്കുക. ഇവിടെ സിറ്റി എന്നുള്ളത് എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അപ്പം ഇവിടെ നോക്കുക നിങ്ങൾ, സ്റ്റുഡ് ഐ ഡി ഗീവ് സിപ്പ്, സിപ്പ് ഗീവ് സിറ്റി അല്ലേ? അപ്പം സ്റ്റുഡ് ഐ ഡി ഗീവ് സിറ്റി നിങ്ങൾക്ക് എഴുതി കൂടെ? നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് വെച്ചിട്ട് എക്സ് ഗീവ് വൈ, വൈ ഗീവ് സെഡ് ആണെങ്കിൽ എക്സ് ഗീവ് സെഡ് അല്ലേ? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റുഡ് ഐ ഡി ഗീവ് സിപ്പ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. അതേപോലെ സിപ്പ് ഗീവ് സിറ്റി. അപ്പം സ്റ്റുഡ് ഐ ഡി ഗീവ് സിറ്റി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അവിടെ എന്തുണ്ടായി? ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ടുള്ള സിറ്റി പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ടുള്ള സ്റ്റുഡ് ഐ ഡി ആയിട്ട് എന്തായി? ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ആയി. സോ ഇറ്റ് വയലേറ്റ്സ് തേർഡ് നോർമൽ ഫോം. So it violates third normal form because neither zip is a super key nor city is a primary key. അപ്പം ഈ ഒരു എഫ് ഡി തന്നെ എടുക്കുക നിങ്ങൾ. സിപ്പും സിറ്റിയും നേരത്തെ പറഞ്ഞ പോലെ എ ഗീവ്സ് ബി എന്ന് പറഞ്ഞാൽ എന്നെങ്കിൽ എ എന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. സിപ്പ് ഇവിടെ സൂപ്പർ കീ ആണോ? അല്ല, സിപ്പ് ഒരിക്കലും സൂപ്പർ കീ അല്ല. ആൻഡ് സിറ്റി ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അല്ലേ? സോ മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ആ ഡെഫിനിഷനിൽ അല്ലേ? എക്സ് ഗീവ്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈ സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ വൈ പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ അത് 3NF-ലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സിപ്പ് ഗീവ്സ് സിറ്റി എന്നുള്ള എടുത്ത് നോക്കുക നിങ്ങൾ. അതിൽ സിപ്പ് സൂപ്പർ കീ ആണോ? അല്ല, സിപ്പ് സൂപ്പർ കീ അല്ല. സിറ്റി പ്രൈം ആട്രിബ്യൂട്ട് ആണോ? സിറ്റി പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ല. സോ ഇറ്റ് വയലേറ്റ്സ് 3NF. അഡീഷണലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
സ്റ്റുഡ് ഐ ഡി ഗീവ് സിപ്പ് ഉണ്ട്, അതേപോലെ സിപ്പ് ഗീവ് സിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. സോ ദർ എക്സിസ്റ്റഡ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസ് അല്ലെ, സ്റ്റുഡ് ഐ ഡി ഗീവ് സിറ്റി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം കീ ആയിട്ട് എന്തായി ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിൻ്റെ. സോ ഇറ്റ് വയലേറ്റ്സ് തേർഡ് നോർമൽ ഫോം. സോ തേർഡ് നോർമൽ ഫോം വയലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ. So to bring this relation into their normal form, we break the relation into two relation as follows. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ നേരത്തെ പറഞ്ഞ ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. ഒന്ന് സ്റ്റുഡ് ഡീറ്റെയിൽസ്, സ്റ്റുഡ് നെയിം സിപ്പ് മാത്രം വെച്ചു, പിന്നെ സിപ്പ് കോഡും സിറ്റിയും. നേരത്തെ പറഞ്ഞ എല്ലാ എഫ് ഡി ഇവിടെ സാറ്റിസ്ഫൈഡ് ആണല്ലേ. സ്റ്റുഡ് ഐ ഡി ഗീവ് സ്റ്റുഡ് നെയിം, സ്റ്റുഡ് ഐ ഡി ഗീവ് സിപ്പ്, അതിവിടെ കിട്ടും. അതേപോലെ സിപ്പ് ഗീവ് സിറ്റി. പക്ഷേ ഇവിടെ ഒരിക്കലും എന്തില്ല, ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഇല്ല. കാരണം നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം കീ ആയിട്ട് ഒരിക്കലും മാറുന്നില്ല. നേരത്തെ പറഞ്ഞ സിപ്പ് ഗീവ് സിറ്റി എന്നുള്ള ആ റിലേഷൻ നിങ്ങൾ എടുത്തു നോക്കുക, എഫ് ഡി നിങ്ങൾ എടുത്തു നോക്കുക. ഇവിടെ സിപ്പ് എന്താണ്, ഇപ്പോൾ രണ്ട് ടേബിളായി ഇത്. അപ്പം ഈ ഇവിടെ സിപ്പ് എന്താണ്, സിപ്പ് ഈസ് എ സൂപ്പർ കീ അല്ലേ. സിപ്പ് ഗീവ് സിറ്റി ആയിരുന്നു നമ്മൾ വയലേറ്റ് ചെയ്ത എഫ് ഡി, പക്ഷെ ഇവിടെ സിപ്പ് എന്തായി, ഇപ്പം സൂപ്പർ കീ ആയി. സോ ആ കണ്ടീഷൻ പ്രകാരം ഒന്നെങ്കിൽ സിപ്പ് സൂപ്പർ കീ ആണ്, അല്ലെങ്കിൽ സിറ്റി പ്രൈം ആട്രിബ്യൂട്ട് ആണ്. സിറ്റി പ്രൈം ആട്രിബ്യൂട്ട് അല്ല, പക്ഷേ ഇവിടെ സിപ്പ് എന്തായിട്ടുണ്ട്, ഈ പുതിയ ടേബിൾ രണ്ടെണ്ണാക്കിയപ്പം സിപ്പ് എന്തായിട്ടുണ്ട്, സൂപ്പർ കീ ആയിട്ടുണ്ട്. സോ ഇതിപ്പോൾ എന്ത് ഫോമിലേക്ക് മാറും, തേർഡ് നോർമൽ ഫോമിലേക്ക് നമുക്ക് ഇങ്ങനെ ഇതിനെ മാറ്റാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇനി നാലാമത്തെ നോർമൽ ഫോം ആയിട്ടുള്ള ബോയ്സ് കോട്ട് നോർമൽ ഫോം എന്താണെന്ന് നോക്കാം. BCNF എന്താണെന്ന് നോക്കാം നമുക്ക്. സോ BCNF ഈസ് ദി അഡ്വാൻസ് വേർഷൻ ഓഫ് 3NF. സോ 3NF-നെക്കാട്ടിലും കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആണ് എന്ത്, BCNF എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സ്ട്രിക്റ്റർ ദാൻ 3NF. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ ഡിഫിനിഷൻ എടുക്കാം നിങ്ങൾ. എ ടേബിൾ ഈസ് BCNF ഇഫ് എവരി ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി. അത് കണ്ടീഷൻ ഇതാണ്, ഒന്ന് 3NF-ലാണെന്നുള്ളത് ഓൾറെഡി ഉണ്ട്. ദെൻ എക്സ് ഡിറ്റർമൈൻ വൈ എന്നുള്ളൊരു കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ എക്സ് സൂപ്പർ കീ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് BCNF ആവുള്ളൂ. പറഞ്ഞ് ശ്രദ്ധിക്കുക, നേരത്തെ എക്സ് ഡിറ്റർമൈൻ വൈ എന്നുള്ള കാരണം എന്നാൽ 3NF ആണെങ്കിൽ എന്തായിരുന്നു, ഒന്നെങ്കിൽ എക്സ് സൂപ്പർ കീ ആയാൽ മതി, അല്ലെങ്കിൽ വൈ എന്തായാൽ മതി, പ്രൈം ആട്രിബ്യൂട്ട്സ് ആയാൽ മതി. ഇങ്ങനെ രണ്ടാണെങ്കിലും അത് 3NF-ലായിരുന്നു. പക്ഷേ BCNF-ലേക്ക് വരുമ്പം ആ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ കട്ട് ചെയ്തു. അതായത് എക്സ് ഡിറ്റർമൈൻസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സ് സൂപ്പർ കീ ആണെങ്കിൽ മാത്രമേ ആ റിലേഷന് അല്ലെങ്കിൽ ആ ടേബിൾ എന്തിലാവുള്ളൂ, BCNF-ലാവുള്ളൂ. അപ്പം 3NF-നെക്കാട്ടിലും ഒരു കണ്ടീഷൻ കൂടെ അധികം ആയി ഇവിടെ, അല്ലെങ്കിൽ സ്ട്രിക്റ്റർ ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ. സോ ഫോർ BCNF ദ ടേബിൾ ഷുഡ് ബി ഇൻ 3NF ആൻഡ് ഫോർ എവരി FD LHS അല്ലേ, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്തായിരിക്കണം, സൂപ്പർ കീ ആയിരിക്കണം. എല്ലാ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സൂപ്പർ കീ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ടേബിൾ BCNF-ലാവുള്ളൂ, ബോയ്സ് കോട്ട് നോർമൽ ഫോമിലേക്ക് മാറുള്ളൂ. സോ ലെറ്റ്സ് അസ്യൂം ദർ ഈസ് കമ്പനി എംപ്ലോയി വർക്ക് ഇൻ മോർ ദാൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ്. കമ്പനി എംപ്ലോയി. സോ എംപ്ലോയി ID, എംപ്ലോയി കൺട്രി, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി ടൈപ്പ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ തന്നു. ഇൻ ദി എബോ ടേബിൾ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് ആർ ഫോളോ. നമ്മൾ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട് ഇവിടെ. എംപ്ലോയി ID ഗീവ് എംപ്ലോയി കൺട്രി. എംപ്ലോയി ID നമുക്ക് എംപ്ലോയി കൺട്രി കിട്ടുന്നുണ്ട്. ഓക്കെ. അതേപോലെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ഗീവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. അപ്പം ഈ ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എംപ്ലോയി IDയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും കൂടെയാണ്. ഈ ടേബിളിൻ്റെ നിങ്ങൾ ക്ലോഷർ കണ്ടാൽ അറിയാം, ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എംപ്ലോയി IDയും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. രണ്ടും കൂടെ കൂടിയിട്ട് മാത്രമാണ് കാൻഡിഡേറ്റ് കീ ആവുള്ളൂ. സോ എംപ്ലോയി ID ഗീവ് എംപ്ലോയി കൺട്രി എന്നുള്ളത് എന്തല്ല, ഒരു എംപ്ലോയി ID സൂപ്പർ കീ ആണ് അവിടെ അല്ല. അതേപോലെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും എന്തല്ല, സൂപ്പർ കീ അല്ല. കാരണം ഇത് രണ്ടും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവുള്ളൂ, സൂപ്പർ കീ ഉണ്ടാവുന്നുള്ളൂ ഇവിടെ. സോ ദ ടേബിൾ ഈസ് നോട്ട് ഇൻ BCNF ബിക്കോസ് നെയ്തർ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, ഈ എംപ്ലോയി DPT എന്നുള്ളത് അതേപോലെ എംപ്ലോയി IDയും എന്തല്ല, എലോൺ ആർ കീസ്. അത് രണ്ടും കീസ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. So convert the given table into we decompose this table into 3 tables. 3 table ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒന്ന് എംപ്ലോയി കൺട്രി ടേബിൾ, അതിൽ എംപ്ലോയി ID ആയിരിക്കും. എംപ്ലോയി ID എംപ്ലോയി കൺട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ കീ ആണ്. ഓക്കെ. ദെൻ ഇവിടെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി ടൈപ്പ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. സോ നേരത്തെ തന്ന ഈ ടേബിളിൽ അല്ലേ, ഇവിടെ ഇതിപ്പം കീ ആയിട്ടുണ്ട് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതും അതേപോലെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പും വെച്ച് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും. അവിടെ ആ മൂന്ന് സെപ്പറേറ്റ് ടേബിളിലേക്ക് പോകുന്നതോടുകൂടി ലെഫ്റ്റ് സൈഡ് വരുന്ന എന്താവും, അത് സൂപ്പർ കീ ആയി മാറുന്നു. സോ അത് BCNF-ലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സോ BCNF-ൻ്റെ കണ്ടീഷൻ എക്സ് ഡിറ്റർമൈൻസ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ് എന്തായിരിക്കണം, ഓൾവേസ് സൂപ്പർ കീ. ഓക്കെ. സോ ഇത്രയാണ് ഈ
കാൻഡിഡേറ്റ് കീസ് ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ഇതിൻ്റെ മൂന്നിലേക്ക് കാൻഡിഡേറ്റ് കീ മാറും. ഇപ്പം ഒന്നിൻ്റെത് എംപ്ലോയി ഐ ഡി, ഈ ടേബിളിൻ്റെത് എംപ്ലോയി ഐ ഡി ആയിരിക്കും, ഫസ്റ്റ് ടേബിളിൻ്റെത് എംപ്ലോയി ഐ ഡി ആയിരിക്കും. സോ 2260 ഇന്ത്യ, 263 ഇന്ത്യ. സോ ഇറ്റ് ഈസ് എംപ്ലോയി ഐ ഡി ഗീവ് എംപ്ലോയി കൺട്രി എന്നുള്ള ഒരു റിലേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. എംപ്ലോയി ഐ ഡി ഗീവ് എംപ്ലോയി കൺട്രി. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയി ഐ ഡി എന്നുള്ളത് എന്തായിട്ടുണ്ട്? സൂപ്പർ കീ ആയതുകൊണ്ട് അത് ഓക്കെ ആയി, എഫ് ഡി സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ എഫ് ഡി എന്തായിരുന്നു? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ഗീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കൂ ഇവിടെ. എംപ്ലോയി ഡി പി ടി അല്ലേ, എംപ്ലോയി ഡി പി ടി ഡിസൈനിങ് ഗീവ്സ് D63 അല്ലേ, എംപ്ലോയി ടൈപ്പും എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി. സോ രണ്ടാമത്തെ ടേബിൾ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ എന്ത്? സൂപ്പർ കീ അല്ലെങ്കിൽ കീ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പും ആൻഡ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ എഫ് ഡി അല്ലേ, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. എംപ്ലോയി ഡി പി ടി ഗീവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ആൻഡ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. സോ ഈ ടേബിളിൽ നിന്ന് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് കീ ആക്കി എടുത്താൽ അതും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ രണ്ട് എഫ് ഡിസും ഇവിടെ ഇപ്പോൾ എന്തായിട്ടുണ്ട്? ഈ BCNF സാറ്റിസ്ഫൈ ചെയ്തു. ഒന്നാമത്തെ എഫ് ഡിയിൽ എംപ്ലോയി ഐ ഡി ഇവിടെ ഈ ടേബിൾ പ്രകാരം അത് സൂപ്പർ കീ ആണ്. സോ എംപ്ലോയി ഐ ഡി ഗീവ് എംപ്ലോയി കൺട്രി എന്നുള്ളത് എംപ്ലോയി ഐ ഡി സൂപ്പർ കീ ആയതുകൊണ്ട് അത് BCNFലായി. രണ്ടാമത്തെ എഫ് ഡി എന്തായിരുന്നു? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ, എംപ്ലോയി EMP DPT ഗീവ്സ് അല്ലേ, എംപ്ലോയി ടൈപ്പ് അതേപോലെ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആയിരുന്നു. സോ ഇതിവിടെ ഈ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ സൂപ്പർ കീ ആക്കി മാറ്റാം. ഈ ടേബിളിൽ നോക്കാം നിങ്ങൾ, ഇത് സൂപ്പർ കീ ആണ്, ക്ലോഷർ കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇത് സൂപ്പർ കീ ആകുമ്പം നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ എഫ് ഡിയുടെയും സൂപ്പർ കീ ലെഫ്റ്റ് സൈഡ് എന്തായിട്ടുണ്ട്? എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് സൂപ്പർ കീ ആയതുകൊണ്ട് അതും BCNFലേക്ക് മാറി. സോ ഇങ്ങനെ 3 ടേബിളാക്കി മാറ്റുന്നത് കൂടി അതിൻ്റെ എംപ്ലോയി ഐ ഡി ഫസ്റ്റ് കാൻഡിഡേറ്റ് കീ ആണ്. രണ്ടാമത്തെ ടേബിളിൻ്റെ കാൻഡിഡേറ്റ് കീ അത് എംപ്ലോയി ഡിപ്പാർട്ട്മെൻ്റ് ആയി. സോ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് കീ എംപ്ലോയി ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്നുള്ളത് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് BCNFലായി. ദെൻ തേർഡ് ടേബിളിൽ ഇത് രണ്ടും കൂടെയാണ് എന്ത് കാൻഡിഡേറ്റ് കീ വരുന്നത്? എംപ്ലോയി ഐ ഡി എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും കൂടെയാണ് എന്ത് വരുന്നത്? കാൻഡിഡേറ്റ് കീ വരുന്നത്. സോ 3 ടേബിളാക്കി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ് കീ മാറുന്നുണ്ട്. സോ തൊട്ട് മുമ്പ് പറഞ്ഞ ആ എഫ് ഡിസ് 2 എഫ് ഡി ഉണ്ടായിരുന്നു, ആ 2 എഫ് ഡിയും വയലേറ്റ് ആയിരുന്നു നേരത്തെ. പക്ഷെ അത് 3 ടേബിളാക്കി മാറ്റിയപ്പോൾ ആ 3ലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായി കിട്ടി? ആ ഓരോ ടേബിൾ വെച്ച് നോക്കുമ്പം ആ 2 എഫ് ഡിൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്തായിട്ടുണ്ട്? അത് സൂപ്പർ കീ ആയി മാറിയിട്ടുണ്ട്. അതങ്ങനെ BCNFലേക്ക് കൺവേർട്ട് ആക്കി നമ്മൾ. സോ 3 ടേബിളാക്കി മാറ്റിയപ്പോൾ. സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു നോർമൽ ഫോമും അതിനെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് മാറ്റിയിട്ട് നോർമൽ ഫോമിലേക്ക് മാറ്റുന്നത്. അപ്പം 4 നോർമൽ ഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് വാല്യൂ ആയിരിക്കണം അല്ലേ, ഓരോ കോളം അട്രിബ്യൂട്ട്സിൽ വരുന്ന വാല്യൂസ് ആറ്റോമിക് ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെപ്പറേറ്റ് റോസ് ആഡ് ചെയ്തിട്ട് തന്നെ ആട്രിബ്യൂട്ട്സ് അങ്ങനെ ആക്കിയാൽ മതി. എക്സാമ്പിൾ കണ്ടു നിങ്ങൾ. രണ്ടാമത് 2NF ആണെങ്കിൽ 1NF ആവണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അവിടെ ഒരിക്കലും എന്തുണ്ടാവരുത്? പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവരുത് എന്നുള്ളതാണ് 2NFൻ്റെ കണ്ടീഷൻ. ദെൻ 3NFലേക്ക് വരുമ്പം X determines Y എന്നുള്ളൊരു കണ്ടീഷൻ എന്നാൽ ഏതർ X ഈസ് എ സൂപ്പർ കീ ഓർ Y ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്സ്, അങ്ങനെയായിരുന്നു പറഞ്ഞത്. അതായത് ഒരിക്കലും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് പ്രൈം ആട്രിബ്യൂട്ട്സിനെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം അല്ലേ. സോ അതിൻ്റെ കണ്ടീഷനാണ് X ഡിറ്റർമൈൻ Y എന്ന് പറഞ്ഞാൽ X പ്രൈം സൂപ്പർ കീ ആവണം അല്ലെങ്കിൽ Y പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. അതായിരുന്നു കണ്ടീഷൻ. അതിനെക്കാട്ടും സ്ട്രിക്റ്റ് ആയിട്ടാണ് BCNF ബോയ്സ് കോഡ് നോർമൽ ഫോം. അവിടെ X determines Y എന്നുള്ള കണ്ടീഷൻ എന്ന് കഴിഞ്ഞാൽ X ഷുഡ് ബി ഓൾവേസ് എന്തായിരിക്കണം? ഇറ്റ്സ് എ സൂപ്പർ കീ ആയിരിക്കണം. അതും അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് BCNFലാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമ്പിളൊക്കെ നോക്കുക, അതിന് എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു ടേബിൾ കിട്ടിയിട്ട് അത് BCNF ആണോ എന്നൊക്കെ നോക്കുക. FDs കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിന് സ്ഥിരമായിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ നോർമലൈസേഷൻ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ വൈവൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവിടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.